Hello everyone, hope you are all doing well. So we are officially starting our S3 videos from today with the poem The Canadian Authors Meet by F.R. Scott. This comes under the paper World Literature's Second. So as usual, we'll start with a bit of information about the poet. F.R. Scott or Francis Reginald Scott was a lawyer, Canadian poet, intellectual, and constitutional scholar, and he was also a member of the Montreal group of poets in the 1920s and an influential poet who inspired many other poets. So, what is the Montreal group of poets? They were the poets who advocated for a renaissance of Canadian poetry during the 1920s and 30s by advocating a break with the traditional picaresque landscape poetry that had dominated Canadian poetry since the late 19th century. So basically, they wanted more realistic themes, metaphysical complexity, and they were also inspired by the techniques of the US and British poets such as Ezra Pound, T.S. Eliot, and W.H. Auden. And this resulted in an expressionist, modernist, and imagist poetry reflective of the values of an urban and cosmopolitan civilization. And F.R. Scott has also edited a lot of anthologies, and his main idea is that of satire and critique, that he was a satirist. We can see this in this poem as well. He is satirizing some of the minor poets who think they are so intellectual, and he is also social critic. And some of his works are Overture, Events and Signals, The Eye of the Needle, Selected Poems, The Dance is One, and since he is also a constitutional scholar, like I said before, he has also written certain other works that are mainly about law, such as the Social Planning for Canada, Evolving Canadian Federation, and Essays on the Constitution. ഈ ഒരു പോയം എന്ന് പറയുന്നത് ദി കനേഡിയൻ ഓഥേഴ്സ് മീറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സറ്റയർ പോയമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഇതിലെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് കനേഡിയൻ ലിറ്ററേച്ചറിൽ ഇപ്പോൾ കുറച്ച് മൈനർ പോയറ്റ്സ് വരുന്നുണ്ടെന്നും ഇവർ സത്യം പറഞ്ഞാൽ വലിയൊരു പേരുകേട്ട സാഹിത്യമൊന്നുമല്ല എഴുതുന്നതെങ്കിൽ പോലും ഇവരുടെ ഒരു മട്ടും ഭാവവും കണ്ടാൽ ഇവരാണ് സാഹിത്യത്തിലെ ഏറ്റവും പ്രമുഖരെന്നോട് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവരുടെ ഒരു മാനറിസം. അപ്പോൾ അതിനെയാണ് ഈ ഒരു F.R. സ്കോട്ട് എന്ന നമ്മുടെ പോയറ്റ് ഒരു രീതിയിൽ കളിയാക്കുന്നത്. അപ്പോൾ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അദ്ദേഹം ഈ ഒരു മൈനർ പോയറ്റ്സിനെ പപ്പറ്റ്സ് എന്ന് വിളിച്ചുകൊണ്ടാണ്. അതായത് അദ്ദേഹം പറയുന്നു, ഇങ്ങനത്തെ കുറച്ച് പപ്പറ്റ്സ് ഇംഗ്ലീഷ് ലിറ്റററി ക്ലബ് എന്നുള്ളൊരു പാർട്ടി, അതാണ് നമ്മുടെ സെറ്റിംഗ്, ആ ഒരു പാർട്ടിയിൽ എത്തിച്ചേരുന്നു. ഇവരെല്ലാം പ്രിൻസ് ഓഫ് വെയിൽസിൻ്റെ പോർട്രേറ്റിൻ്റെ കീഴിൽ എല്ലാവരും കൂടി ഒരു റിയൂണിയൻ നടത്തുകയാണ്. അപ്പം അതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു പപ്പറ്റ്സ് എന്നുള്ളൊരു വിശേഷണം, അതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നതും ഇവർ ഒരു രീതിയിലൊരു മൈനർ പോയറ്റ്സ് ആണ്, അല്ലെങ്കിൽ മൈനർ ഓതേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു രീതിയിലല്ല ഇവർ സാഹിത്യം എഴുതുന്നത്. ഇതിന് മുമ്പ് അവരുടെ പ്രെഡിസസേഴ്സ് ആയിട്ടുള്ള, അവർക്ക് മുമ്പുള്ള വലിയൊരു സാഹിത്യ എഴുത്തുകാരെല്ലാം എഴുതുന്ന ഒരു ശൈലിയാണ് ഇവരും അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഇവർ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റൈലിലോ അല്ലെങ്കിൽ പുതിയൊരു തീമോ ഒന്നും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കാം പപ്പറ്റ് എന്നുള്ളൊരു വാക്ക് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരെല്ലാവരും കൂടി റിയൂണിയൻ നടത്തുന്ന ഇവിടെയാണ് പ്രിൻസ് ഓഫ് വെയിൽസിൻ്റെ പോർട്രേറ്റിൻ്റെ കീഴിൽ. പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്നത് എഡ്വേർഡ് എട്ടാമനെയാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് അവരിപ്പോഴും കാനഡ എന്ന് പറഞ്ഞപ്പോഴും ബ്രിട്ടൻ്റെ ഒരു പാട്രണേജിലാണ്. അപ്പോൾ അവിടുത്തെ റൈറ്റേഴ്സും ആ ഒരു ബ്രിട്ടീഷ്
രാജകുടുംബത്തിൻ്റെ പാട്രണേജിലാണ് കഴിയുന്നതെന്നും അവരുടെ ഒരു ആ ഒരു റോയൽ ഫാമിലിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ കൂടുതൽ എഴുതുന്നത്, അതുകൊണ്ടാണ് അവർ പപ്പറ്റ്സ് ആയിട്ട് നിൽക്കുന്നതെന്നും കൂടി ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ ദ വേർഡ് പപ്പറ്റ് ഇസ് ആക്ച്വലി ആംബിഗ്വസ്, വി ക്യാൻ സേ. ആൻഡ് ദ നെക്സ്റ്റ് ലൈൻ, മിസ് ക്രോഷറ്റ് എന്നുള്ളൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മിസ് ക്രോഷറ്റ് എന്നുള്ളത് പോയറ്റിന് കൊണ്ടുവരുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ പേരാണ്. എന്നിട്ട് പറയാണ് മിസ് ക്രോഷറ്റിൻ്റെ മ്യൂസ് അധികം അങ്ങോട്ടങ്ങ് വർക്ക് ചെയ്യുന്നില്ല. മ്യൂസ് എന്താണ്? ഗ്രീക്ക് മിത്തോളജിയിൽ അത് മ്യൂസിക്കും ഡാൻസും പോലത്തുള്ള ഫൈൻ ആർട്സിൻ്റെ ഒരു ദേവത, ഒരു ഗോഡസ് ആയിട്ടാണ് മ്യൂസിനെ പറയുന്നത്. മാത്രമല്ല ഇങ്ങനത്തെ എഴുത്തുകാർക്കാണെങ്കിലും അല്ലാത്ത ആർട്ടിസ്റ്റുകൾ, ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അയാൾക്ക് ഒരു ഇൻസ്പിറേഷൻ കാണും. ആ ഒരു ഇൻസ്പിറേഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെയാണ് കൂടുതലും മ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ പറയുന്നത് മിസ് ക്രോഷറ്റ് എന്നൊരു ക്യാരക്ടറിൻ്റെ മ്യൂസ് ഈയിടെയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മിസ് ക്രോഷറ്റ് എഴുതുന്ന വർക്ക്സ് എല്ലാം അങ്ങോട്ടങ്ങ് ഒരു പോപ്പുലർ ആകാത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിട്ട് ഒരു രീതിയിലൊരു സറ്റയറാണ്, ഒരു കളിയാക്കലാണ്. കാരണം അവരൊരു സ്വയം ഒരു പോയറ്റിസ് ആണെന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷെ എന്നാൽ പോലും അധികം ആൾക്കാർ അറിയുന്ന അല്ലെങ്കിൽ പ്രശസ്തി ആർജിച്ച വർക്ക്സ് ഒന്നും എഴുതിയിട്ടില്ല. അതിന് കാരണമായിട്ട് ഒരു എക്സ്ക്യൂസായിട്ട് പറയുന്നത് എൻ്റെ മ്യൂസ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ഒരു എക്സ്ക്യൂസും പറയുന്നു. പക്ഷേ അവർ പറയുന്നു ഞാൻ തന്നെയാണ് ഏറ്റവും വലിയൊരു സാഹിത്യകാരി അല്ലെങ്കിൽ ഞാൻ വലിയൊരു എഴുത്തുകാരിയാണെന്നുള്ളൊരു രീതിയിൽ സ്വയം പ്രോത്സാഹിപ്പിക്കുകയല്ല, സ്വയം പൊക്കി പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യമാണ് അവിടെ സറ്ററൈസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ വരുമ്പോഴേക്കും എഗെയിൻ മിസ് ക്രോഷറ്റിനെ കുറിച്ചുള്ള ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ബാക്കി ഒരു വിക്ടോറിയൻ സെയിൻറ്റ്ലെസ് ആണ് അവരുടെ ഒരു ഫാഷൻ എന്ന് പറയുന്നത്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് വിക്ടോറിയൻ എറയിലാണ് ഇപ്പോഴും മിസ് ക്രോഷറ്റ് ജീവിക്കുന്നത്. കാരണം വിക്ടോറിയൻ എറയൊക്കെ ഇപ്പോൾ പാസ്റ്റായി, ഈ ഒരു പോയത്തിൻ്റെ സമയത്ത് പാസ്റ്റാണ്. എന്നാൽ പോലും അവർ വിക്ടോറിയൻ എറയിലൊരു മാനറിസം, ഡ്രസ്സിങ് എല്ലാമാണ് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ പറയുന്നത് അവരിപ്പോഴും പണ്ടത്തെ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷെ ഒരു മോഡേൺ ഏജിലേക്ക് വന്നിട്ടില്ല, മാനറിസം ആണെങ്കിലും ഐഡിയാസ് ആണെങ്കിലും ഒന്നും. പിന്നെ അവർ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെയും പോയറ്റ് ഉദ്ദേശിക്കുന്ന അതർ അൺനോൺസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബാക്കി പോയറ്റ്സിനെ. അപ്പോൾ അതിലൂടെ അതും ഒരു സറ്റാറിക്കൽ ഒരു ഫ്രേസാണ്. കാരണം ബാക്കി കൂടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം, ആ പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം ആരാണെന്ന് മിസ് ക്രോഷറ്റിനും അറിഞ്ഞുകൂടാ, ബാക്കിയുള്ളവർക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ഈ പോയറ്റിന് പോലും അറിഞ്ഞുകൂടാ. പക്ഷേ അവരെല്ലാവരും സ്വയം പറയുന്നത് അവർ കനേഡിയൻ ലിറ്ററേച്ചറിലെ ഏറ്റവും വലിയ എഴുത്തുകാരാണെന്നാണ്. ദാറ്റ് ഇസ് ദ ഐറണി. അഗെയിൻ അടുത്ത ലൈനും ഒരു ആംബിഗ്വസ് ആണ്. കാരണം പോയറ്റ് പറയുന്നു വേർജിൻസ് ഓഫ് 60 ഹൂ സ്റ്റിൽ റൈറ്റ് ഓഫ് പാഷൻ. ഇത് ആംബിഗ്വസ് ആയിട്ടുള്ളൊരു ലൈനാണ്. കാരണം ഒരു പക്ഷേ പോയറ്റ് ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാം പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു സെൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ പോലും റിയാലിറ്റി അവർ they are virgins or they are unmarried whose age is over 60 years and still they are trying to write about passion which for them is years ago. അല്ലെങ്കിൽ വേർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയട്രിയിലെ ആമച്വർ ആണെന്നുള്ളൊരു രീതിയിലായിരിക്കാം പറയുന്നത്. അതായത് ബിഗിനർ അല്ലെങ്കിൽ ആമച്വർ. അവർ സത്യാവസ്ഥയിൽ ഈ ഒരു ലിറ്ററേച്ചറിലെ ആമച്വേഴ്സാണ്, ബിഗിനേഴ്സ് മാത്രമാണ്. പക്ഷെ അവർ സ്വയം പുകഴ്ത്തുന്നത് അവരത്രയ്ക്ക് പാഷനേറ്റ് ആയിട്ടുള്ള, അത്രയും വെൽ നോൺ ആയിട്ടുള്ള വർക്ക്സ് എഴുതുന്നു എന്നുള്ളൊരു രീതിയിലാണ് അവർ പറയുന്നത്. സോ ഇതിലൂടെ പോയിട്ട് സറ്ററൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം സത്യാവസ്ഥ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പുറത്ത് പറയുന്നില്ല. ഒരു കള്ളങ്ങളിലൂടെയാണ് അവർ ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കുന്നതും അല്ലെങ്കിൽ ആ കള്ളത്തിലാണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത്. പിന്നീട് പറയുന്നത് ആ ഒരു പാർട്ടിയെക്കുറിച്ചാണ്. അതായത് അവിടെ കനേഡിയൻ ടോപ്പിക്സ് അല്ലെങ്കിൽ കനേഡിയൻ പല ലിറ്ററേച്ചറിനെ കുറിച്ചുള്ളൊരു ടോക്ക് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പോയറ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് വില്യം ബ്ലിസ് കാർമൻ,
ആർച്ചിബാൾഡ് ലാംബ്മൻ, ചാൾസ് G.D. റോബർട്ട്സ്, വില്യം വിൽഫ്രഡ് ക്യാമ്പൽ, ഫ്രെഡറിക് ജോർജ് സ്കോട്ട് ആൻഡ് ഡങ്കൻ ക്യാമ്പൽ സ്കോട്ട്. ഇത്രയും ഒരു പോയിറ്റ്സിൻ്റെ പേര് അവിടെ പറയുന്നുണ്ട്. അതിലൂടെയാണ് പറയുന്നത് കനേഡിയൻ ടോപ്പിക്സിലാണ് അവിടെ ഒരു സംസാരം നടക്കുന്നതെന്ന്. ഈ ഒരു പോയിറ്റ്സിൻ്റെ പേരും കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഇവരെല്ലാം കനേഡിയൻ ലിറ്ററേച്ചറിൽ അറിയപ്പെടുന്ന പേരുകളാണ്. മാത്രമല്ല ഇവരെല്ലാം കൂടുതലും വിക്ടോറിയൻ റൊമാൻറ്റിക് പോയട്രി ഒക്കെയാണ് എഴുതിയിരുന്നത്. നമ്മുടെ F.R. സ്കോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു മോൺട്രിയാൽ ഗ്രൂപ്പ് ഓഫ് പോയറ്റിൽ പെട്ട ഒരു ആളാണ്. അപ്പോൾ അവരെല്ലാം ഇങ്ങനത്തെ ഒരു വിക്ടോറിയൻ റൊമാൻറ്റിക് പോയട്രിയെ ഒപ്പോസ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേരുകൾ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഒപ്പോസിഷനാണ് കാണിക്കുന്നത്. കാരണം ഇവരെല്ലാം വിക്ടോറിയൻ റൊമാൻറ്റിക് പോയട്രിയിൽ പേരെടുത്ത കനേഡിയൻ റൈറ്റേഴ്സാണ്. പക്ഷേ ഇത് ഈ ഒരു അവരെഴുതിയിരിക്കുന്ന ജേണൽ വിക്ടോറിയൻ റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത് F.R. സ്കോട്ടിനെ പോലുള്ള മോൺട്രിയൽ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ഒപ്പോസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം മിസ് ക്രോഷറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിക്ടോറിയൻ സെയിൻറ്റ്ലിനെസ്സിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോഴും അതൊരു സറ്റയറായിട്ട് ഉപയോഗിക്കാനും കാരണം ആ ഒരു വിക്ടോറിയൻ പോയട്രിയോടുള്ളൊരു മേ ബി എ ഡിസ്ലൈക്ക്. അതുകൊണ്ടായിരിക്കാം അവരുടെ രീതിയിൽ ആ ഒരു ഫ്രേസ് അവിടെ സറ്റയറൈസ് ചെയ്തത്. ഇനി ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പേരുകളൊക്കെ വെൽ നോൺ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കഷൻ നടക്കുന്നത്. പക്ഷേ ഡിസ്കഷൻ നടക്കുന്നത് അവരുടെ എഴുത്തിനെ കുറിച്ചും വർക്ക്സിനെ കുറിച്ചും ഒന്നുമല്ല. അവരുടെ റിലീജിയസ് ബിലീഫിനെ കുറിച്ചും അവരുടെ രാജാവിനോടുള്ള അവരുടെ ഒരു ബഹുമാനത്തെക്കുറിച്ചുമാണ് അവിടെ ടോപ്പിക്ക് നടക്കുന്നത്. അഗെയിൻ അതൊരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സ്വാഭാവികമായിട്ടും ഒരു എഴുത്തുകാരൻ്റെ പേര് അവിടെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ എഴുത്തുകാരൻ്റെ സ്റ്റാറ്റസിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ആ ഒരു ആളുടെ എഴുതിയ വർക്ക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ എഴുതിയുന്ന ശൈലി വെച്ചിട്ട് എന്തൊക്കെ തീംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും എഴുത്തുകാരുടെ പേര് പറഞ്ഞുകൊണ്ട് മിസ് ക്രോഷറ്റും അവരുടെ കൂടെ വന്നിട്ടുള്ള അതർ അൺനോൺ പോയറ്റ്സും എല്ലാം സംസാരിക്കുന്നത് അവരുടെ എഴുത്തിനെ കുറിച്ചല്ല, പകരം അവരുടെ റിലീജിയസ് ബിലീഫിനെ കുറിച്ചും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പാട്രണേജ് രാജാവിനോടുള്ള ബഹുമാനത്തെക്കുറിച്ചാണ് അവിടെ സംസാരം നടക്കുന്നത്. സോ ആക്ച്വലി അവിടെ പേരുകൾ മാത്രമേ ഇത്രയും പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ ഒരു കനേഡിയൻ ലിറ്ററേച്ചറിനെ കുറിച്ച് യാതൊരു സംസാരവും അവിടെ നടക്കുന്നില്ല. സോ ദിസ് ഇസ് അഗെയിൻ അനദർ ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി പോയം വി ക്യാൻ സേ. ആൻഡ് 4ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് അവിടുത്തെ പാർട്ടിയെല്ലാം നല്ല ഗംഭീരമായിട്ട് നടക്കുന്നതാണ്. കേക്ക്സൊക്കെ ഉണ്ട്, ഡിസേർട്ട്സൊക്കെ ഉണ്ട്, കേക്ക്സൊക്കെ ഉണ്ട്, നല്ല സ്വീറ്റാണ്. പക്ഷെ അവർക്കെല്ലാം എല്ലാവരും പറയുന്നത് ഇങ്ങനത്തെ കുറേ ലിറ്ററേച്ചറായിട്ടുള്ള അൺനോൺ പോയറ്റ്സ് ആണ്, മൈനർ പോയറ്റ്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞു അവരെല്ലാം സ്വയം വലിയ എഴുത്തുകാരാണെന്ന് പൊക്കി പറയുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാവരുടെയും പറയുന്നത് ഇത്രയും നല്ല പ്രശസ്തരായ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മുടെ പോയറ്റ് അവിടെ പറയുന്നത് എത്ര ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു പാർട്ടിയാണെങ്കിലും ഇവിടെ ഒരു ലിറ്റററിനെസ് കാണാൻ പറ്റുന്നില്ല. ഇവിടെ പറയുന്ന എല്ലാം റൈറ്റേഴ്സാണ്, എല്ലാവരും പോയറ്റ്സ് ആണെന്ന്. പക്ഷേ എഴുത്തിനെക്കാട്ടിലും കൂടുതൽ അവിടെ സംസാരം നടക്കുന്നത് ഫുഡിനെ കുറിച്ചും അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ റിലീജിയനെ കുറിച്ചും കിങ്ങിനെ കുറിച്ചും ഒക്കെയാണ്. അതുതന്നെയാണ് നെക്സ്റ്റ് സ്റ്റാൻസയിലും പോയറ്റ് പറയുന്നത്. ഷാൽ വി ഗോ റൗണ്ട് ദി മൾബറി ബുഷ് എന്ന് പറയുന്നത് ഒരു നഴ്സറി റൈമാണ്. അതുപോലെ തന്നെ ഷാൽ വി ഗ്യാദർ അറ്റ് ദ റിവർ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഹിമ്മാണ്. ഈ 2 ലൈൻസ് 5ാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞുകൊണ്ടാണ് പോയിറ്റ് ഈ ഒരു പോയിൻ്റ് തന്നെ പറയുന്നത്. അതായത് അവിടെ ലിറ്ററേച്ചറിനെ ഒരു പക്ഷേ ആക്റ്റീവ് ലിറ്ററേച്ചറിനെ കാട്ടിലും കൂടുതൽ നഴ്സറി റൈംസിനെ കുറിച്ചും ക്രിസ്ത്യൻ ഹിംസിനെ കുറിച്ചുള്ളൊരു സംസാരമാണ് നടക്കുന്നത്. അത് മാത്രമല്ല ഒരാൾ തന്നെ പോയറ്റ് ലോറേറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന കാര്യം സംസാരിക്കുന്നു. അതേ സെക്കൻഡ് തന്നെ കൂടുതൽ ചായ കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുന്നു. സോ ദേ ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് സംതിങ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് അപ്പോയിൻറ്റിങ് എ പോയറ്റ് ലോറേറ്റ് ആൻഡ് ഓർഡറിങ് എ ടീ അറ്റ് ദ സെയിം ബ്രെത്ത്. And this shows that they are
നോട്ട് അറ്റ് ഓൾ സീരിയസ് അബൌട്ട് ലിറ്ററേച്ചർ. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പോയറ്റ് ലോറേറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലെസ്സർ പോയറ്റ്സിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് ഒരു പോയറ്റ് ലോറേറ്റിനെ സെലക്ട് ചെയ്യുന്ന ഒരു ചാൻസ് വളരെ കുറവാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പോയറ്റ് ലോറേറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അപ്പോഴും ഒരു ഫുഡിനെ കുറിച്ചുള്ളൊരു ചിന്തയും അവിടെ നടക്കുന്നുണ്ട്. സോ അത് കാണിക്കുന്നത് എത്രമാത്രം സീരിയസ് ആണ് അവരെന്ന് ആണ്. അതായത് പോയറ്റ് ലോറേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണെങ്കിലും അപ്പോഴും അവർക്ക് വേറൊരു കാര്യങ്ങൾ, അതായത് ഫുഡിനെ കുറിച്ചൊക്കെ ആലോചിക്കാനുള്ളൊരു സമയമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചിന്തയിലേക്ക് പോകാനുള്ള സമയം അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ദേ നോട്ട് അറ്റ് ഓൾ സീരിയസ് അബൌട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ദേ ആർ ടോക്കിംഗ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് സംതിങ് അബൌട്ട് അപ്പോയിൻറ്റിങ് എ പോയറ്റ് ലോറേറ്റ്. സോ അഗെയിൻ അതൊരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു കാനഡയെക്കുറിച്ച് ആണ് പറയുന്നത്. അതായത് മെയിൻ ഐഡിയ ആയിട്ട് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റാൻസിൽ വരുന്നത്. അതായത് ഈ ഒരു പോയറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നൊരു ലമൻറ്റ് പോലെയാണ് പറയുന്നത്. ഒന്ന് ഐറണിയാണ്, സറ്റയറാണ്, നമ്മൾ നേരത്തെ ഇത്രയും നേരവും ഡിസ്കസ് ചെയ്ത പോലെ. പക്ഷെ അതിനെക്കാട്ടിലും ഒരു ലമൻറ്റിങ് കൂടിയാണ്. കാരണം എന്താണ്, പോയറ്റ് പറയുന്നു എല്ലാ ദിവസവും പുതിയ എഴുത്തുകാർ വരുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ അവരാരും തന്നെ ഒരു പുതിയൊരു സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയൊരു തീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതിന് മുമ്പ് എഴുത്തുകാർ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് അത് തന്നെ എടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഈ ഒരു പുതിയ എഴുത്തുകാർ ചെയ്യുന്നുള്ളൂ. മാത്രമല്ല അവർ കൂടുതലും ചെയ്യുന്നത് ഒരു പക്ഷേ പാട്രണേജിന് വേണ്ടി ആയിരിക്കാമെന്നും പറയുന്നുണ്ട്. അതാണ് ആ ഒരു പോയത്തിൻ്റെ ഏറ്റവും വലിയൊരു തീം എന്ന് പറയുന്നതും. കാരണം ഒന്ന്, മൈനർ പോയിറ്റ്സ് വരുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു രീതിയിലുള്ളൊരു ആരഗൻസ് ഉണ്ട്. നമ്മളൊരു വലിയൊരു സോഷ്യലൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ അത്രയും എമിനൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് എന്നുള്ളൊരു രീതിയിലൊരു ആരഗൻസ് ആണ്. കാരണം അവരുടെ സ്വന്തം വർക്ക്സിനെ അക്നോളേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്വയം വരുത്തുന്ന മിസ്റ്റേക്സ് അക്നോളേജ് ചെയ്യുന്നില്ല, കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവർ ചെയ്യുന്ന വർക്ക്സ് തന്നെ പഴയ എഴുത്തുകാർ എഴുതി വെച്ചിട്ടുള്ള അതേ രീതിയിലുള്ളൊരു ഇമിറ്റേഷനാണ്. അതുകൊണ്ടാണ് പപ്പറ്റ്സ് എന്നുള്ളൊരു വാക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. പകരം അവരൊരു പക്ഷേ പുതിയൊരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നാൽ മാത്രമേ കനേഡിയൻ ലിറ്ററേച്ചറിൽ നിന്നൊരു നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപം വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് F.R. സ്കോട്ട് പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നതും. ഒന്ന്, ഒരു പക്ഷേ ലാക്ക് ഓഫ് ഒത്തൻറ്റിക് ലിറ്ററേച്ചർ, അത് നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരെല്ലാം പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള കനേഡിയൻ ലിറ്ററേച്ചറിന് ഇപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നു പോകുന്നുണ്ട്. കാരണം വരുന്ന എഴുത്തുകാരെല്ലാം ഒരേ കാര്യം തന്നെയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു രീതിയിലുള്ളൊരു ചിന്താഗതി വന്നില്ലെങ്കിൽ അവിടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള തനതായിട്ടുള്ളൊരു സാഹിത്യം നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ഒരു പോയറ്റ്സ് ഒരു പപ്പറ്റ്സിൻ്റെ രീതിയിൽ മിസ് ക്രോഷ്ഡിനെ പോലെയൊക്കെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പെരുമാറുന്ന പോയറ്റ്സ്, അവരെ ഒരു സറ്ററൈസ് ചെയ്യുകയാണ്, ഒരു ഐറണി അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് മെയിനായിട്ടുള്ള തീംസ്. റൈം സ്കീം വരെയാണെങ്കിൽ AB എന്നുള്ളൊരു റൈം സ്കീമിലാണിത് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു മെയിനായിട്ടുള്ളൊരു സറ്റയർ ടോണാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ സ്റ്റാൻസയിലും ഏകദേശം നമുക്കൊരു ഐറണി അല്ലെങ്കിൽ സറ്റയർ കാണാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ദി മെയിൻ ഐഡിയ അബൌട്ട് ദിസ് പോയം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു തീമോ പോയറ്റിക് ഡിവൈസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. ആൻഡ് ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇഫ് യു ആർ ന്യൂ ഹിയർ. And I'll see you in my new video. Till then, take care. Thank you.